ഹലോ മക്കൾസ്, എടാ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി മുതൽ നിങ്ങൾ 9ാം ക്ലാസ്സിലേക്ക് വിജയിച്ച് കയറുക എന്നുള്ളത് ഒരു ദുഷ്കരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. എന്താണ് സാറേ ഇങ്ങനെ പറയുന്നത്? എടാ, നിലവിൽ കഴിഞ്ഞ വർഷം വരെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം വരെ നിങ്ങൾ ജസ്റ്റ് എക്സാം എഴുതിയാൽ മതി, എന്തായാലും നിങ്ങൾ പാസ്സായി നിങ്ങൾ 9ാം ക്ലാസ്സിലേക്ക് എത്തും. പക്ഷേ ഇപ്രാവശ്യം മുതൽ ഗവൺമെൻറ് ഒരു റൂൾസ് ഇറക്കിയിട്ടുണ്ട്. നന്നായി എക്സാം എഴുതിയ കുട്ടികളെ മാത്രം പാസ്സാക്കിയാൽ മതി, അല്ലാത്തവരെ ഒരു പ്രാവശ്യം കൂടി 8ലേക്ക് ഇരുത്തിക്കോ എന്നുള്ളതാണ്. അപ്പോൾ മക്കളെ നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി മുതൽ നിങ്ങൾ 8ാം ക്ലാസ്സിൽ ഒരു കൊല്ലപ്പരീക്ഷ വരുമ്പോൾ അല്ലെങ്കിൽ അവസാനത്തെ എക്സാം വരുമ്പോൾ നമ്മളെല്ലാവരും ഒരു ഉഴപ്പലാണ്. കാരണം എന്തായാലും പാസ്സായി പോവുമല്ലോ, ഇനി പഠിക്കണ്ടല്ലോ, ഞങ്ങൾ എന്തായാലും പാസ്സാവും, ഞങ്ങൾ എന്തായാലും 9ലേക്ക് എത്തും. പക്ഷേ ഇനി 9ലേക്ക് നിങ്ങൾ പ്രവേശനം ലഭിക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായി പഠിച്ച് കൃത്യമായ പാസ് മാർക്ക് വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിലേക്ക് കയറാൻ കഴിയുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ 8ാം ക്ലാസ്സിൽ തന്നെ തോറ്റു എന്ന് പറയേണ്ടി വരും. അപ്പം നമ്മൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മുന്നിലുള്ള പോകാൻ വഴി. ഒരിക്കലും സർക്കാർ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം നന്നായി പഠിച്ചവർക്കല്ലേ ജയിച്ചു പോകാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ഇങ്ങനെ ജയിപ്പിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ജയിപ്പിച്ച് നിങ്ങൾ 10ാം ക്ലാസ് വരെ എത്തി, എന്തെങ്കിലും അറിയുമെന്ന് വെച്ചാൽ ഒരു കുന്ത അറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതുകൊണ്ട് ഇത് സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നമ്മൾ ഒരുക്കല്ല. പക്ഷേ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ് മാർക്ക് കിട്ടും. എല്ലാവരും 9ാം ക്ലാസ്സിലേക്ക് വിജയിച്ച് കയറട്ടെ. എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. ഒരു കാരണവശാലും മക്കൾ ഉഴപ്പാൻ നിൽക്കരുത്. കഴിഞ്ഞ വർഷത്തെ ആളുകളൊക്കെ അല്ലെങ്കിൽ കുട്ടികളെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആവട്ടെ, കസിൻസ് ആവട്ടെ, ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് എടാ എന്തിനാണെടാ പഠിക്കുന്നത്, എന്തായാലും നിങ്ങൾ പാസ്സാവും. അത് മക്കളെ ഇനി ഈ ചെവിയിലൂടെ കേട്ടിട്ട് ഈ ചെവിയിലൂടെ വിട്ടേക്ക്. കാരണം നമ്മൾ തോക്കും. അവർ പറയുന്നത് കേട്ട കാരണം അവർ ഓൾറെഡി ജയിച്ചു പോയ കുട്ടികളാണ്. അതുകൊണ്ട് അവരോട് നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ട, തർക്കിക്കാനോ അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാനോ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ തോൽക്കാനുള്ളതാണ്. എന്തുകൊണ്ട്? പഠിച്ചില്ലെങ്കിൽ നമ്മൾ തോൽക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഗവൺമെൻറ്റിൻ്റെ ഈ റൂൾസ് നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വട്ടം കൂടി 8ാം ക്ലാസ്സിലേക്ക് ഇരിക്കേണ്ടി വരും, അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ തോറ്റുപോയി എന്നുള്ള പേര് വരേണ്ടി വരും. അപ്പോൾ നമ്മളെ മക്കൾ ആരും തോൽക്കില്ല. കൃത്യമായിട്ട് നമ്മൾ 9ാം ക്ലാസ്സിൽ വിജയിച്ച് കയറുക എന്ന് തന്നെ ചെയ്യും നമ്മൾ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.